ഇന്ത്യയിൽ തന്നെ ചാരന്മാരുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഇന്ത്യയെ ഒറ്റിക്കൊടുക്കാൻ വൈക്കോലിൽ കെട്ടാൻ വള്ളി വൈക്കോലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ ചാരന്മാരുണ്ട്. ഈ ചാരന്മാർ മുഖാന്തരമാണ് ഇപ്പം പാക് സൈന്യവും നമ്മളെ ഇന്ത്യൻ രാജ്യവും തമ്മിൽ ഇപ്പോൾ അടുപ്പിക്കാനുള്ള ഒരു സ്ഥിതിഗതികേട് വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അത് നിരീക്ഷിക്കാനായിട്ട് നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലുള്ളവർ അത് ശ്രദ്ധിച്ചേ തീരുള്ളൂ. അത് നിരീക്ഷിക്കണം, സൂക്ഷ്മമായി നിരീക്ഷിക്കണം. കേരളത്തിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ തന്നെ കലിമ എന്ന് ചോദിച്ച് മതത്തിനെപ്പറ്റി ചൊല്ലിയുള്ള ആ പ്രവചനം അറിയുമെന്നറിയാൻ വേണ്ടി അവർ ജാഗ്രതാപൂർവ്വം അവർ പ്ലാനിങ്ങോടുകൂടെയാണ് അവർ ചോദിച്ച് വെടിവെച്ച് എറണാകുളം സ്വദേശിയെയും കൊലപ്പെടുത്തി. 7 ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഹസ്ബൻഡിനെയും കൊലപ്പെടുത്തി. അതിൻ്റെ 7 ദിവസമേ ആയിട്ടുള്ളൂ അവർ ടൂറിസ്റ്റ് വിനോദസഞ്ചാരത്തിനെത്തിയത്. അപ്പം ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇവരെ കൊലപ്പെടുത്താൻ 26 പേരെ കൊലപ്പെടുത്തിയത്. അത് ഇന്ത്യയിൽ തന്നെ ഇതിനകത്ത് തന്നെ ചാരന്മാരുണ്ട്. അത് സൂക്ഷ്മ നിരീക്ഷണം വേണം. ഇപ്പോൾ പാക് സൈന്യവും ഇന്ത്യ രാജ്യവും തമ്മിൽ ഇപ്പം യുദ്ധത്തിന് ഒരുങ്ങിയതിൻ്റെ കാരണവും ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്തുള്ള ചാരന്മാർ മുഖാന്തരമാണ്, ഒറ്റിക്കൊടുത്തതാണ്. ആ ഒറ്റി മുഖാന്തരമാണ് ഇപ്പോൾ യുദ്ധം തുടങ്ങാനുള്ള ഇതുണ്ടായത്. അതുകൊണ്ട് അവരെ നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം ജാഗ്രതയോടെ കാണണം. എവിടെയൊക്കെ അവർ ഒളിച്ചിരുന്ന് ഒളിത്താവളങ്ങൾ കണ്ടെത്തി അവർ പാക് സൈന്യത്തിന് ചാരവൃത്തികൾ അറിയിക്കുന്നുണ്ട്, രഹസ്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധയോടെ ആകർഷിക്കണം. ശ്രദ്ധയോടെ നമ്മൾ നിരീക്ഷിച്ച് വേണം ചെയ്യാൻ. അല്ലാത്ത പക്ഷം ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകും. ആ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കണം. ഈ തിരിച്ചടി നമുക്ക് നൽകിയേ പറ്റൂ. ഈ 28 പേരെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടി നമ്മളെ ഒരു സൈനികൻ ഇപ്പോൾ മരണമടഞ്ഞു. ആ വീരമൃത്യു ആയ സൈനികനെ ഓർത്ത് നമുക്ക് ശക്തമായ തിരിച്ചടി പാക് സൈന്യത്തിന് കൊടുക്കണം. അതിന് അമേരിക്കയുടെയും വേറൊരു രാജ്യത്തിൻ്റെ താക്കീതിൻ്റെ ആവശ്യമേ ഇന്ത്യ മഹാരാജ്യത്തിനില്ല.